നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന പാവട്ടയെക്കുറിച്ചാണ്. ശാസ്ത്രങ്ങളിലൊന്നും വല്ലാതെ വിവരിച്ചു കാണാത്ത ഒരു ഔഷധ സസ്യമാണ്. ഇന്ത്യയിൽ എല്ലാ ഭാഷയിലും ഇതിനെ പാവട്ട എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഒരു പക്ഷേ ഈ സ്വാധീനത്താലാവാം ഇതിൻ്റെ ശാസ്ത്രീയ നാമം പാവട്ട ഇൻഡിക്ക എന്ന് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കുടുംബം റൂബിയേസിയയാണ്. സംസ്കൃതത്തിൽ ഇതിനെ പപ്പട, തിര്യക്ഫല എന്നെല്ലാം വിളിക്കുന്നു. 1 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു കുറ്റിച്ചെടിയാണിത്. ശക്തിയേർന്ന തണ്ടുകളാണ് ഇതിനുള്ളത്. ഇതിൻ്റെ തണ്ട് മഞ്ഞ കളറിലാണ് ഉള്ളത്. ഇതിൻ്റെ ഇലകൾ പല ആകൃതിയിലും വലുപ്പത്തിലും കാണാം. ഇലകൾക്ക് 6 മുതൽ 12 സെൻറ്റിമീറ്റർ വരെ നീളവും 2 മുതൽ 5 സെൻറ്റിമീറ്റർ വരെ വീതിയുമാണ് ഉള്ളത്. പൂങ്കുലകൾ പത്രകക്ഷത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇളം മഞ്ഞ നിറമാണ് ഇതിനുള്ളത്. പുഷ്പങ്ങൾക്ക് വെള്ള നിറമാണ് ഉള്ളത്. പഴങ്ങൾ പാകമാകാത്തപ്പോൾ പച്ച നിറവും പാകമായി കഴിഞ്ഞാൽ കറുപ്പ് നിറവുമാണുള്ളത്. ഗോളാകൃതിയാണ് അവയ്ക്കുള്ളത്. ചെറിയ ഫലങ്ങളാണ്. പൂക്കൾക്ക് നല്ല മണമുണ്ട്. ഇലയ്ക്കും കായ്ക്കും പൂവിനും രോമമില്ല എന്നതാണ് ഈ സസ്യത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഇതിൽ നിന്ന് ഗ്ലൂക്കോലോയിഡ്സ്, ഡിമാനിറ്റോൾ എന്നിവ വേർതിരിച്ചെടുത്തിരിക്കുന്നു. ഇതിൻ്റെ വേരിൽ ഗ്ലൂക്കോലോയിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ഉണങ്ങിയ വേരിൽ നിന്നും ഡിമാനിറ്റോൾ എന്ന രാസഘടകവും വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇത് മൂത്രളമാണ്. വിരേചനത്തിന് ഉപയോഗിക്കുന്നു. സ്രോതസ്സുകളിലുള്ള തടസ്സം മാറ്റുന്നു. വേര്, ഇല എന്നിവയാണ് ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങൾ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിവരിക്കുന്നതാണ്. പാവിട്ട നല്ല ഉറപ്പുള്ള മരം എന്ന് പറയാം. പാവിട്ടയുടെ ഉപയോഗം ഈ പാവിട്ടയുടെ തൊലി കഷായം വെച്ചിട്ട് അതിലിങ്ങനെ ഇറങ്ങിയിരുന്ന് കഴിഞ്ഞാൽ ഈ അർശസലി മൂലക്കുരുവിൻ്റെ വേദനയ്ക്ക് കുറേ ആശ്വാസം കിട്ടും. അല്ലെങ്കിൽ അതുകൊണ്ട് കഴുകിയാലും മതി. അതുപോലെ ഫിസ്റ്റുല, അതുപോലെ ഭഗന്തരം, അതുപോലെ ഈ മൂലക്കുരു, ഇതിനൊക്കെ ഇതിൻ്റെ കഷായം ചുടുക്കനൊന്ന് കഴുകിക്കഴിഞ്ഞാൽ വേദന കുറയും. പിന്നെ ഇത് വെച്ച് തൈലം കാച്ചിട്ട് പരട്ടിക്കഴിഞ്ഞാൽ ഈ ചൊറി ചരങ്ങുകൾക്കൊക്കെ വളരെ നല്ലതാണ്.